പാലോട് രവി രാജിവെച്ചു. റിപ്പോർട്ടർ വാർത്തയിലൂടെ വന്ന ആ പ്രതികരണം അത് ഒരുപാട് ഫോൺ സംഭാഷണം പുറത്തു വന്ന സാഹചര്യത്തിൽ ഫോൺ സംഭാഷണം റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലോട് രവി പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ രാജിവെക്കാതെ വേറെ നിർത്തിയില്ല. ഭാഷണത്തിന് പിന്നാലെ പാലോട് രവി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാജിവെക്കാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ ഒരു ആംഗിൾ ഇപ്പൊ തന്നെ മാറി. പാർട്ടിയുടെ ഒരു ദയനീയമായിട്ട് രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? പാലോട് രവി പറഞ്ഞിരിക്കുന്ന വസ്തുതകളല്ലേ. അരുൺ സാറേ, ഇതിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ KPCC പ്രസിഡന്റിനെതിരെ നമ്മൾ സുധാകരനെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി. ഞാൻ പറയാം, അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹത്തെ അതോട് ഉപേക്ഷിക്കണം. വാർത്താക്കുറിപ്പ് വന്നു. KPCC അധ്യക്ഷന് കൈമാറി. അതെ, DCC പ്രസിഡന്റ് പാലോട് രവിയുടെ രാജി KPCC സ്വീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സണ്ണി ജോസഫ് അറിയിച്ചു. ജലീലാണ് ആ ഫോൺ സംഭാഷണം ലീക്ക് ചെയ്ത് സംസാരിച്ചത്. ഈ തരത്തിൽ അതിനെ മാറ്റിയെടുത്തു. അല്ല, ജലീൽ അങ്ങനെയാണെങ്കിൽ ജലീലിനെ പുറത്താക്കുന്നതിന് പകരം എന്തിനാണ് പുള്ളിയുടെ രാജി KPCC സ്വീകരിച്ചത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നല്ലേ നമ്മളെല്ലാം ചർച്ച ചെയ്തു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് ആരാ? ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയത് അല്ല. അത് വസ്തുത പറയുമ്പോൾ രാജി സ്വീകരിച്ചിട്ട് കാര്യമുണ്ട്. ചെറിയ ചുമതലയാണ് വസ്തുത പറഞ്ഞാൽ രാജിയാണ്. അല്ല, വസ്തുത തോന്നി മറ്റുള്ളവർക്ക് തോന്നല്ലോ. അതാണ് അപകടം. ഈ പാർട്ടിയുടെ പ്രശ്നമാണ് മുമ്പിലുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് MLA ആയിരുന്ന VD സതീശൻ പറഞ്ഞതെന്താ? മാധ്യമങ്ങളുടെ മുന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞതെന്താ? അതിനേക്കാൾ കൂടുതലൊന്നും അതിന്റെ അത്രയും പാതി പോലും പറഞ്ഞിട്ടില്ല പാലോട് രവി. നമുക്കുമുണ്ട് റോഷി. ഇപ്പോൾ നമ്മുടെ വാർത്തയെ തുടർന്ന് ആ വാർത്ത നമ്മളാണ് പുറത്തുവിട്ടത്. പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ആ രാജി KPCC സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതു സാഹചര്യത്തിലാണ് പാലോട് രവി രാജിവെക്കാൻ നിർബന്ധിതനായത്? KPCC രാജി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അരുൺകുമാർ, KPCC അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു പാലോട് രവിയുടെ രാജി. പാലോട് രവി ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് DCC അധ്യക്ഷ പദവി രാജിവെച്ചത്. കാരണം പാർട്ടിക്ക് വലിയ അവമതിപ്പ് പാലോട് രവി ഈ പ്രസ്താവനയിലൂടെ ഉണ്ടാക്കിയെന്നാണ് KPCC നേതൃത്വത്തിന്റെയും മുതിർന്ന നേതാക്കളുടെയും വിലയിരുത്തൽ. കാരണം പാർട്ടിയുടെ ഒരു സാധാരണ പ്രാദേശിക പ്രവർത്തകരോട് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നതാണ് പാലോട് രവിക്കെതിരെ ചുമത്തിയ കുറ്റം. അതുപോലെ തന്നെ ഈ ഓഡിയോ പുറത്തുവിട്ടെന്ന കുറ്റം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പ്രാദേശിക പ്രവർത്തകനായ ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. ഒന്ന്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന അടക്കം അത് പൂർത്തിയാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ പാലോട് രവി ഇങ്ങനെ ഒരു പാർട്ടിയെ കുരുക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. അതിൽ LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, BJPക്ക് സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി നടത്തുകയാണ്. ഇത് വളരെ ഗുരുതരമായ അച്ചടക്ക ലംഘനം എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കാൻ പാലോട് രവിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലോട് രവി രാജിക്കത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കൈമാറിയത്. അരുൺകുമാർ, ഇതിൽ പാർട്ടി പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാവുന്ന സാഹചര്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ ജലീലിനെയും പുറത്താക്കി എന്ന വിവരം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ പുറത്താക്കി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പാലോട് രവി ഉന്നയിച്ച വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയല്ലേ റോഷി? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാനത്ത് പാർട്ടി ദുർബലമാണ് എന്ന കൃത്യമായ സൂചന കൂടി പാലോട് രവിയുടെ വാക്കുകളിലുണ്ട്. ഒട്ടും ആത്മവിശ്വാസമില്ലാതെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാൾ കൂടിയായ മുൻ MLA കൂടിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഇങ്ങനെ പറഞ്ഞത്. തുടർ ഭരണം ഉണ്ടാകും. അതെന്തുകൊണ്ട് തുടർ ഭരണം ഉണ്ടാകുമെന്ന് ആ ടെലിഫോൺ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. BJPക്കുള്ള സ്വാധീനം, എന്തൊക്കെ തന്ത്രങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും, കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി, അതാണ് തിരിച്ചടിക്ക് വഴിയൊരുക്കുക. കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടി ജനങ്ങൾക്കിടയിൽ ബന്ധം കുറയുന്നു, കൃത്യമായി പ്രവർത്തനം നടത്തുന്നില്ല.
ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ഇതൊക്കെ നമുക്ക് പരാജയത്തിന് വഴിയൊരുക്കും എന്ന രീതിയിൽ തന്നെ പാലോട് രവി ഒരു പ്രാദേശിക പ്രവർത്തകരോട് പറയുന്നു. ഒന്ന്, തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷത്തിൽ താഴെ മാത്രമാണ് സമയം. ആ ഘട്ടത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, അതും BJP-യുമായി നേർക്കുനേർ പോരാട്ടം നടത്തേണ്ട തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ ഇങ്ങനെ ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് നടപടിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പാലോട് രവിയോട് രാജിക്കത്ത് കൈമാറാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ ഇത് പക്ഷേ ഒരു റിയാലിറ്റി ചെക്കായി എടുക്കേണ്ട ഒരു വിഷയമല്ലേ? അതായത് പാലോട് രവി പറഞ്ഞത് സംഘടനാ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്. 10% സ്ഥലങ്ങളിൽ മാത്രമാണ് ആകെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തകരുള്ളത്. അതൊക്കെ പാർട്ടി മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യങ്ങളല്ലേ? പുതിയ നേതൃത്വം വരുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരികയല്ലേ വേണ്ടത്? അല്ലാതെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ ഒരാളോട് നിങ്ങൾ എന്നാൽ സ്ഥാനം ഒഴിഞ്ഞോളൂ, ഞങ്ങൾ പറയുന്നതിനെല്ലാം കൈയടിക്കുന്നവർ മതി എന്ന രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? സുജാ പാർവതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അച്ചടക്ക ലംഘനം എന്നുള്ള കണ്ടെത്തലിലേക്ക് പോകുന്നത്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ഒരു കാരണവശാലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. പ്രാദേശിക പ്രവർത്തകരോട്, പ്രാദേശിക നേതൃത്വത്തോട് അവരുടെ ആത്മവീര്യം തകർത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഇത് പാർട്ടിയുടെ മേൽഘടകങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. ഈ പാലോട് രവി താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് KPCC അധ്യക്ഷനോടോ KPCC യോഗത്തിലോ പറഞ്ഞെങ്കിൽ പാലോട് രവിക്കെതിരെ നടപടിയോ മറ്റൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ KPCCയുടെ ഒരു ഭാരവാഹിയോടാണ് ഈ ടെലിഫോൺ സംഭാഷണം നടക്കുന്നതെങ്കിൽ പാലോട് രവി സുരക്ഷിതനാണ്. പാലോട് രവി അച്ചടക്ക ലംഘനമല്ല നടത്തുന്നത്. നേരെ മറിച്ച് താഴെ തട്ടിൽ ഒരു പരാതിയായി അല്ലെങ്കിൽ പരിഭവമായി പറയുമ്പോൾ ആ പ്രവർത്തകന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന നേതാക്കളോ ദേശീയ നേതാക്കളോ. പക്ഷേ പാലോട് രവി അതിന് നൽകുന്ന ന്യായീകരണം പുല്ലുംപാറ പഞ്ചായത്തിലെ പ്രശ്നങ്ങളാണ് ഞാൻ ജലീലുമായി സംസാരിച്ചത് എന്നാണ്. ആ പഞ്ചായത്തിൽ ആളുകൾ എങ്ങനെയാണ് കൂടുതൽ പരസ്പര സമ്പർക്കത്തിലൂടെ കോൺഗ്രസ് നേതാക്കൾ വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുക്കണം, പരസ്പരം സ്നേഹിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സംശയമല്ല, നമ്മളൊരു DCC ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയോട് ആ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യമാണ് എന്നു പറയാനും വേണ്ടി ഉപയോഗിക്കുന്നൊരു ഭാഷയല്ലേ അത്? ആ ഭാഷയെ അങ്ങനെ കാണുന്നതിനു പകരം പാലോട് രവിയെ ആ രീതിയിൽ രാജിവെക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നോ പാർട്ടി ഒരർത്ഥത്തിൽ? അരുൺകുമാർ, ഈ സംഭാഷണം പുറത്തു വന്നതോടെ പാർട്ടി പെട്ടെന്ന് വെട്ടിലായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേതാക്കൾ ആകെ പ്രതിരോധത്തിലായി. കാരണം സംസ്ഥാനത്ത് KPCC വലിയ പദ്ധതികളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളിലാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.